ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കണ്ടില്ലേ കിടന്ന് ബഹളം വയ്ക്കുന്നത്? ഞാൻ ആദ്യം നോർമലായിട്ട് വീഡിയോ എടുക്കുമ്പോൾ തന്നെ വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എൻ്റെ ലിഫ്റ്റിനൊക്കെ ഭയങ്കര ഒച്ചും ബഹളമായ കാരണം പിന്നെ പുറത്തത്തെ നോയ്സ് എല്ലാം കാരണം ഞാൻ അവസാനം വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ അപ്പം സംസാരിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ ഈ കിടന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞാൻ ഇപ്പോൾ പോകുന്നത് ഒരു ചെറിയൊരു ഷോപ്പിംഗ്. കരല്ലോയും കൊണ്ട് ഇറങ്ങി. കരല്ലോ എന്ന് പറയുന്നത് ഇറ്റലിയിൽ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ തൂക്കി പിടിച്ച് വരുന്നതിന് പകരം ഇതിലിട്ടിട്ടാണ് വരിക. അങ്ങനെ ഇറങ്ങി പോവുകയാണ്, നടക്കുകയാണ്. എൻ്റെ റൂമിൻ്റെ അവിടെ നിന്ന് ഒരു 100-150 മീറ്റർ അപ്പുറമാണ്. പോയിക്കൊണ്ടിരിക്കുകയാണ്. സംസാരം നോക്കണ്ട, കാരണം ഞാൻ പറഞ്ഞല്ലോ ആദ്യം റെക്കോർഡ് ചെയ്യാം, ലൈവായിട്ട് റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ സൗണ്ടും മറ്റു കാര്യങ്ങളൊക്കെ കാരണം ഞാൻ പറയുന്നത് ക്ലിയർ ആവാത്ത കാരണമാണ് ഞാൻ വീണ്ടും അത് വോയിസ് ഓവറായിട്ട് കൊടുക്കുന്നത്. ഓക്കെ, എത്താറായി. പിന്നെ എപ്പോഴും ഇവിടെ നിന്ന് തന്നെയാണ് ഞാൻ പർച്ചേസ് ചെയ്യുന്നത് സാധനങ്ങൾ. അത് കാരണം അവിടുത്തെ കാർഡും ഉണ്ട്. അപ്പോൾ അത് കാരണം നമുക്ക് കുറച്ചൊക്കെ ഡിസ്കൗണ്ടും കിട്ടും. നമ്മൾ മലയാളികൾ എവിടെ പോയാലും ഡിസ്കൗണ്ട് നോക്കുന്ന ആൾക്കാരല്ലേ. ഓക്കെ, അങ്ങനെ കയറി. നല്ലൊരു പട്ടിക്കുട്ടി. അങ്ങനെ ഫ്രണ്ടിൽ തന്നെ സ്വീറ്റ്സ് അങ്ങനെയുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ കയറി ചെല്ലുമ്പോൾ തന്നെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അങ്ങനെയുള്ള ഐറ്റംസാണ് ഇരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഇവിടെ തണ്ണിമത്തൻ, പിന്നെ ഫ്രീസ്ഡ് ഐറ്റംസ്, പല ടൈപ്പ് ഓഫ് തക്കാളി. ഇതൊക്കെ തക്കാളിയാണ് കേട്ടോ, എന്തായാലും മഞ്ഞ, ചുവപ്പ്, പിന്നെ വെറൈറ്റി സൈസുകൾ അങ്ങനെയുള്ള സാധനങ്ങൾ. വഴുതനങ്ങ, കുക്കുംബർ, അടിപൊളി ഒരു മത്തങ്ങ നല്ല നീളത്തിൽ. ഇത് വെജിറ്റബിൾ ഐറ്റംസ് എല്ലാം തന്നെ ലീവ്സ് ഐറ്റംസ് ആണ്. ഇതൊക്കെ ഇലകൾ, സലാത്തകളൊക്കെ ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഓറഞ്ച്, ലെമൺ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ലെമൺ കണ്ട അത്യാവശ്യം നല്ല സൈസുള്ള ലെമണാട്ടോ ഇവിടുത്തെ. അത് പിന്നെ പേര തന്നെ 2-3 ടൈപ്പ് ഉണ്ടല്ലേ. ഇതൊക്കെ പേര തന്നെയാണ്. ഇത് സലാത്തയ്ക്ക് വേണ്ടി എടുത്തതാണ്. ഇങ്ങനെ എടുത്തു. പിന്നെ പാല് മേടിച്ചു കുറച്ച്, പിന്നെ തൈര്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ്. അത് കഴിഞ്ഞിങ്ങോട്ട് വന്നപ്പോഴാണ് നോക്കി അടിപൊളി തണ്ണിമത്തൻ. എന്നാ വലിപ്പമാണെന്നോ. നമ്മുടെ നാട്ടിലത്തെ ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്രയൊന്നുമില്ല. കിലോന് 39 സെൻറ്റാണ് ഇവിടുത്തെ വില കൊടുത്തിരിക്കുന്നത്. ഇത് ഫിലാഡൽഫിയ. പിന്നെ ഒരു ഇത് പാസ്തയ്ക്ക് വേണ്ടിയിട്ട് ന്യൂട്രല്ല ജസ്റ്റ് നോക്കിയെന്നേ ഉള്ളൂ, എടുത്തൊന്നുമില്ല. ഇത് പാന. ഇവിടെ പാന എന്ന് പറയാം. നമ്മുടെ നാട്ടിലെ ബ്രെഡ് ടൈപ്പ് സാധനങ്ങളാണ്. സോഫ്റ്റും ഹാർഡും ആയിട്ടുള്ള പല ടൈപ്പ് സാധനങ്ങളുണ്ട്. ഇത് ഇച്ചിരി സോഫ്റ്റാണ്, പുറം ഭാഗം ഇത്തിരി ഹാർഡും ഉൾവശം സോഫ്റ്റായിട്ടുള്ള ഒരു ബ്രെഡ് എടുത്തു. പിന്നെ ഇത് ഫ്രഷ് കുക്ക് ചെയ്ത ഐറ്റംസാണ്, ജസ്റ്റ് ചൂടാക്കി കഴിക്കാൻ പറ്റുന്ന ഐറ്റംസാണ്. ഒലീവ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ ഒലീവ്. പിന്നെ എന്നാ പറയുക, പിന്നെ തക്കാളി ഉപ്പിലിട്ടത്. ഇത് ചീസുകൾ, വെറൈറ്റി ചീസുകളാണ് ഇതൊക്കെ, സ്മോക്ക്ഡ് ചീസുകൾ. ഇത് എന്നാന്ന് മനസ്സിലായോ? ഇതാണ് പന്നീരക്കാല്. ഞാനിത് ആദ്യം കണ്ടപ്പോൾ, ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നതിന് കുറേ നാൾ മുമ്പ് വന്നപ്പോൾ ഇതിന് ഇച്ചിരി കൂടി സൈസ് ഉണ്ടായിരുന്നു. ഇവരത് ഇപ്പോൾ കാല് മാത്രം വെട്ടിവെച്ചാൽ അതുകൊണ്ട്, കാരണം ഇച്ചിരി കൂടി ഉണ്ടായിരുന്നു അതിൻ്റെ തുടവശം ആ ഭാഗം തോന്നുന്നു, എനിക്കറിയില്ല. അങ്ങനെ വെറൈറ്റി ചീസുകൾ ഇതെല്ലാം കണ്ട് ഇങ്ങനെ പോവാണ്. ഇത് ഇറച്ചികൾ, സ്ലൈസ്ഡ് ഇറച്ചികളാണ്, സ്മോക്ക്ഡ് സ്ലൈസ്ഡ് ഇറച്ചികൾ പല ടൈപ്പ് ഉണ്ട്. പിന്നെ എല്ലാ സാധനങ്ങളും നമുക്ക് ആവശ്യമായിട്ടുള്ള അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും എനിക്ക് ഈ ഷോപ്പിൽ നിന്ന് കിട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ വേറൊരു സ്ഥലത്തേക്ക് അന്വേഷിക്കാൻ പോകേണ്ടി വരാറില്ല. ബ്രെഡുകൾ, ഇത് നോർമൽ ബ്രെഡുകൾ. കഫേ എന്ന് പറയുന്നത് കോഫി പൊടികൾ. ഇവിടെ ഏറ്റവും കൂടുതൽ ഇറ്റലിയിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളെന്ന് പറയുന്നത് കോഫിയാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. തേക്കാളും കൂടുതൽ. തേ എന്ന് പറയുന്നത് നമ്മുടെ ടീനിയാണ് പറയുന്നത് അതിന്. പിന്നെ കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്ന പോലത്തെ സാധനങ്ങളാണ്. ഇത് ഇറച്ചികൾ, ഫ്രീസ്ഡ് ഐറ്റംസ്, ജസ്റ്റ് കുക്ക് ചെയ്താൽ മതി. ഇത് നമ്മുടെ എന്താ പറയുക, ബീറുകൾ, വെറൈറ്റി ബീറുകളാണ് കേട്ടോ ഇതൊക്കെ. ഓഫറുണ്ട് കണ്ട. ആ റെഡ് ഇത് കൊടുത്തിരിക്കുന്നത് ഓഫറുള്ള അടുത്താണ് ആ റെഡ് പ്രൈസ് ടാഗുകളൊക്കെ കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ്. പിന്നെ ഇത് ഷാമ്പെയിൻ, വൈൻ, അടിപൊളി വൈനുകൾ കിട്ടും. ഇത് പിന്നെ ലിക്കറ്, അങ്ങനെയുള്ള സംഭവങ്ങൾ എല്ലാം ഉണ്ട് ഇവിടെ.
ഒന്നിനൊരു കുറവില്ല. അടുത്ത് തന്നെ ആയതുകൊണ്ട് അതൊക്കെ ലിക്കറാണ് കേട്ടോ, സോറി. നല്ല വെറൈറ്റി കുപ്പികൾ, ഞാനതാട്ടെ ചൂണ്ടിക്കാണിച്ചത്. ആ സമയത്ത് വോയിസിൽ അതൊക്കെ ഉണ്ടായിരുന്നു. നല്ല വെറൈറ്റി കുപ്പികൾ, വെറൈറ്റി കളറ് കുപ്പികൾ, എന്താ പറയുക, പ്ലാന്റുകളൊക്കെ വെക്കാൻ പറ്റിയ അടിപൊളി സാധനങ്ങളാണ്. അതുപോലെ തന്നെ ഈ വൈൻ ബോട്ടിൽസ് മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഇവിടെ കണ്ടോ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് കവറുകൾ ഇതിൽ കിട്ടും. നല്ല വെറൈറ്റി കവറുകൾ, നല്ല രസമുണ്ട്. ഞാൻ അത് കാരണം കുറേ ഇങ്ങനെ നോക്കി. ഞാൻ ഒന്നും എടുത്തില്ലെങ്കിൽ കൂടിയും ഇങ്ങനത്തെ കവറുകൾ നല്ല രസമുണ്ട്. നല്ല എന്താ പറയുക, ഒതുങ്ങിയ ആ ഒരു ബോട്ടിൽ മാത്രം കൊള്ളുന്ന ടൈപ്പ്. എനിക്ക് ഇത് ഇപ്പം ഞാൻ എടുക്കുന്ന ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു വെറൈറ്റി എന്ന് പറഞ്ഞ ഒരു സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ട്. ഇത് ഷുഗറാണ് കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയിൽ ഷുഗർ, പേപ്പർ, ഇതൊക്കെ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളാണ്. ഇത് ഫ്രീസ്ഡ് ഐറ്റംസ് ആണ്. നമുക്ക് ജസ്റ്റ് പോയി ചൂടാക്കി കഴിക്കാൻ പറ്റുന്ന ഫ്രീസ്ഡ് ഐറ്റംസാണ് അത്. പിന്നെ ഇത് ദോൾച്ചെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മധുരമുള്ള നമ്മുടെ സ്നാക്സ് ഐറ്റംസാണ്. അങ്ങനെ ഒരു ഇതിൽ നിന്നൊന്നും എടുത്തില്ല എന്ന് തോന്നുന്നു, ഞാൻ ഒന്നും എടുത്തില്ല. പിന്നെ ലിക്വിഡ്സ്, സോപ്പ്, അത് ഇത് തേങ്ങ മാങ്ങ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നോർമൽ, അതൊക്കെ വീട്ടിലേക്ക് ആവശ്യമുള്ള. മന്ത് ലാസ്റ്റ് ആയതുകൊണ്ട് തന്നെ ശമ്പളം കിട്ടി നമ്മൾ ആദ്യം തന്നെ പോയി പർച്ചേസ് ചെയ്തു വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ. അതുകൊണ്ടാണ് അങ്ങനെ കുറേ അലഞ്ഞ് തിരിഞ്ഞ് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോവാണ്. ഇത് തിരിച്ച് വന്നു. ബീർ എനിക്കുള്ളതല്ല കേട്ടോ, അത് വേറെ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ്. ബാക്കി സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെച്ചു. ഇതാ അടിപൊളി ക്ഷീണിച്ചു കിടന്നു. ബൈ ബൈ.